ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് രേണുസുതിയെക്കുറിച്ചുള്ള ഒരു കണ്ടന്റ് അല്ല, പക്ഷേ അവരെക്കുറിച്ച് സംസാരിക്കാതെ ഈ ഒരു കണ്ടന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ഇത് രേണുസുതിയുടെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു തർക്കത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു തർക്കത്തിന് കാരണം രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അസുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് രേണുസുതിയെക്കുറിച്ച് പറയാതെ നമുക്ക് ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഈ ഒരു പ്രശ്നത്തിന് തുടക്കമിട്ടത് രേണുസുതിയുടെ സുഹൃത്തായിട്ടുള്ള ജാസിയാണ്. ജാസി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ബൈറ്റ്, അതിനകത്ത് രേണുസുതിയുടെ ചാവേർ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന സജീനയെ കുറിച്ച് ഈ പറയുന്ന ജാസി ഒരു പരാമർശം നടത്തി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്. ഈ കാണുന്ന രേണുവല്ല, പക്ഷെ രേണു ചേച്ചി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ ഇപ്പൊ അടുത്തും കൂടെ രേണു ചേച്ചിന്റെ വീട്ടില് രേണു ചേച്ചിക്ക് ഈ അസുഖം പറഞ്ഞിട്ട് പോലും കുറെ ഒരു യൂട്യൂബർ പോയിട്ട് എന്താണതോ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ വീട്ടില് പോയി. അപ്പൊ ഇതാണ് ജാസി സജീനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തണ്ട എന്ന് കരുതി ഞാൻ മാറി നിന്നതാണ്. മറ്റൊന്നുമല്ല, എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ശ്രീധുവിൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് കരുതിയത്. അതേപോലെ തന്നെ ഇത് രേണുസുതിനെയോ സജീനയോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അതും പറഞ്ഞുകൊണ്ട് ഷെഫീന ബീവിയുടെ അന്തങ്ങൾ ആരും തന്നെ വരരുത്. കാരണം നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് അഖിൽമാരാർ പിണറായി വിജയന്റെ അനുഭാവികളെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് സഖാവ് പിണറായി വിജയൻ അപ്പി ഇട്ടിട്ട് ആ അപ്പി വാരി ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് ഇത് സ്വർണ്ണമാണ്, നീ കൊണ്ട് വിറ്റോളാൻ പറഞ്ഞ് സ്വന്തം മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതുമായിട്ട് തൊട്ടടുത്തുള്ള സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് അത് അവിടെ വിൽക്കാൻ ശ്രമിക്കും. അന്നേരം കടക്കാരൻ ഇത് സ്വർണ്ണമല്ല അപ്പിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കടക്കാരൻ്റെ തലയടിച്ച് പൊളിക്കുന്ന ആളുകളാണ് പിണറായി വിജയന്റെ അനുഭാവികൾ എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഷെഫീന ബീവി എന്ത് മലം കൊണ്ടിട്ടാലും അതിനെ സ്വർണ്ണമായിട്ട് കാണുന്ന കുറേയധികം അന്തങ്ങൾ അവർക്കുണ്ട്. അവരാരും തന്നെ ദയവ് ചെയ്ത് ഇനി മുതൽ എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോയും കാണരുത്. പിന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഈ പൊതുസമൂഹത്തിൽ നിന്ന് വേണമെന്ന് അവർ മുന്നോട്ട് വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അന്ന് ഞാനൊരു വീഡിയോ ചെയ്യും. അതിന് കാരണം മറ്റൊന്നുമല്ല, രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനും നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സീക്രട്ട് ഏജന്റ് സാഹിത്യമൊക്കെ കിട്ടിയ കണക്ക് ലക്ഷക്കണക്കിന് വരുമാനമൊന്നും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് ആകപ്പാട് ഒറ്റ തവണ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ, ഏകദേശം 13,000 രൂപ. അത് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് തന്നെ എനിക്ക് തികഞ്ഞിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആരിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്ന് അവർ മുന്നോട്ട് വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യും. അത് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. എന്നാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ശ്രീധു പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു യൂട്യൂബർ പോയിട്ട് എന്താണതോ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ വീട്ടില് പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചോണ്ടിരിക്കുക. ഒരു പ്രൈവസി വേണ്ടേ? വീഡിയോ കണ്ടല്ലോ ഗൈസ്. ജാസി, നീയൊക്കെ എന്നാണ് പൊട്ടി മുളച്ച് വന്നത് ഈ ഒരു രേണുവിന്റെ കാര്യത്തിൽ? ഈ ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആണോ ഈ ഒരു പൊട്ടി മുളപ്പും ഇത്രയും സ്നേഹം കൂടിയതും? ഇതിനു മുന്നേ രേണുവിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു, ഒരു അബോർഷൻ കഥ വന്നു, വേറെ എന്താണ്ടൊക്കെ അഴിഞ്ഞാടി നടക്കുന്നു, മറ്റതാണ് മറിച്ചതാണ് എന്തൊക്കെയോ വന്നല്ലോ. അന്നൊന്നും സംസാരിക്കാനായിട്ട് നീയൊന്നും കണ്ടില്ല, എവിടെ പോയിരുന്നു? അന്നെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വാദോരാരും സംസാരിച്ചു എല്ലാ നെഗറ്റീവ് പേരും അല്ലെങ്കിൽ എല്ലാ ചീത്ത പേരും വാങ്ങിക്കൂട്ടി തലയിൽ വച്ചിരിക്കുന്നത് ഈ പറയുന്ന സജീന തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് ജാസിയോടും ചോദിക്കാനുള്ളത്. രേണുസുതിക്കെതിരെ ഒരു അവിഹിത ഗർഭകഥ വന്നു, അതിനെക്കുറിച്ച് ജാസി ഒന്നും വിട്ടിട്ടില്ല. അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു വിവാദത്തിൽ ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാസി ഒരു അക്ഷരം വിട്ടിട്ടില്ല. അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത് വിവാദം ഈ സോഷ്യൽ മീഡിയയിലെ സകല വ്ളോഗേഴ്സും അതെടുത്ത് വെച്ച് ആഘോഷിച്ചതാണ്. രേണുസുതിക്ക് സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ടും സെക്സ് റാക്കറ്റുമായിട്ടും ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ കുറേയധികം എവിഡൻസുകൾ കൊണ്ടുവന്നു. അത് അട്ടർ ഫേക്ക് ആണ് എന്ന് തനിക്കറിയാമായിരുന്നു എന്ന് അതുൽ വരെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പോഴും അത് അതുലിൻ്റെ ചാനലാണ് നടന്നത്. അതുലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് അട്ടർ ഫേക്ക് ആണ്, അത് ഷെഫീന ബീബി തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന എവിഡൻസ് ആണ് എന്ന് തനിക്ക് പോലും അറിയാമായിരുന്നു എന്ന് അതുൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും അതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു. അന്ന് നീ എവിടെയായിരുന്നു ജാസി? അന്നും ഈ പറയുന്ന സജീന തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുപോട്ടെ, അന്ന് ഈ രേണുസുതിക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രമേ രംഗത്ത് വന്നുള്ളൂ പരസ്യമായിട്ട്. അതായത് രേണുസുതിനെ ഞാൻ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്തോ ഒന്നുമല്ല ഞാൻ വീഡിയോ ചെയ്തത്. ഷെഫീന ബീവിയുടെ കൈവശം ഇരിക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ എവിഡൻസ് എടുത്തു വെച്ച് പരിശോധിച്ച് അതിനകത്ത് കുറ്റക്കാരെ കണ്ടെത്തുക,
ഇനി അഥവാ ആ കേസിലെ എവിഡൻസ്, അതായത് ഈ ഷെഫീന ബീബി കൊണ്ടുവന്നിരിക്കുന്ന എവിഡൻസുകൾ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരള DGP അതേപോലെ കേരള മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകൾക്ക് പരാതി കൊടുത്തിരുന്നു. അന്ന് നിന്നെ കണ്ടില്ല. അന്ന് ഷെഫീന ബീബി കൊണ്ടുവന്നിരിക്കുന്ന ഈ എവിഡൻസ് എല്ലാം തന്നെ വ്യാജമാണ്. അത് AKSMA ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കൊണ്ടുവന്ന എവിഡൻസുകളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് ആ പരാതി കേട്ട് പോയത്. അന്ന് നീ എവിടെയായിരുന്നു? അതേണക്ക് തന്നെ എത്രയോ വിഷയങ്ങൾ ഈ പറയുന്ന സജീന തെറി കേട്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ കഴിഞ്ഞ ദിവസം കൂടി അവർ നല്ല മെനക്ക് തെറി കേട്ടണം. ഈ പറയുന്ന രേണുവിന് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം അവർക്കത് മാറ്റി പറയേണ്ട വന്നു. അതിൻ്റെ പേരിലും അവരിപ്പോൾ ഏറിപ്പോയിരിക്കുക. അങ്ങനെ രേണുസുതിക്ക് വേണ്ടിയിട്ട് ഒരു ചാവേറായിട്ട് നടന്ന് അവർ നല്ല രീതിക്ക് ചീത്തപ്പേര് മേടിച്ചു കൂട്ടിയതാണ്. അവരെ എന്തെല്ലാം വൃത്തികേടുകൾ ഷെഫീന ബീബി എന്ന് പറഞ്ഞ യൂട്യൂബർ വിളിച്ചു പറഞ്ഞു. അവരെ എത്ര കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. അന്നൊന്നും നീ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. അന്നും ഇന്നും എന്നും ഈ പറയുന്ന സജീനയും ശ്രീതും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന രേണുവിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ദിയാസന, അതും അല്ലെങ്കിൽ ഷാരിക. ഇവർക്ക് അപ്പുറത്തേക്ക് ഒരാൾ പോലും ഈ പറയുന്ന രേണുവിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ല ഇന്നേ വരെ. ഒരാൾ മാധ്യമങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ രേണുവിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് സംസാരിച്ചിട്ടില്ല. സത്യമാണ്, പരമാർത്ഥമാണ്. ഇപ്പോഴാണ് നീ പോലും വന്നത്. കാരണം രേണുവിനോട് ഇപ്പോൾ ജനങ്ങൾക്കൊരു സിമ്പതിയാണ്. ആ സിമ്പതി വെച്ച് മുതലാക്കാൻ വേണ്ടിയിട്ട് നീ വന്നു. എങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്? അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്രയും കാലം മാറി നിന്നിട്ട് ഇപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്ര നാളും അവർക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാരുടെ മുഴുവൻ തെറി കേട്ടുകൊണ്ടിരുന്ന സജീനെ ചീത്ത വിളിച്ചുകൊണ്ട് വന്നത്? സജീനയ്ക്കാണോ മനുഷ്യത്വം ഇല്ലാത്തത്? നിനക്കാണോ മനുഷ്യത്വം ഇല്ലാത്തത്? ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും വലിയ വലിയ അലിഗേഷൻസ് ഇവർക്കെതിരെ വന്നിട്ട് നീയൊക്കെ എന്തുകൊണ്ട് മിണ്ടിയില്ല? എടാ, ഈ പറയുന്ന രേണുവിനെതിരെ നിരവധി കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ കേസ് കൊടുത്ത ഞാൻ പോലും അവർക്ക് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷനിൽ ഇറങ്ങേണ്ട വന്നു. അതായിരുന്നു ആ സ്വർണ്ണക്കടത്ത് വിവാദം. ഞാൻ അന്ന് ആ ഒരു പരാതി കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ഒരു തേങ്ങ മിണ്ടിയിട്ടില്ല ആരും. എന്തുകൊണ്ട്? അത് പണിയാണ്, കൃത്യമായ രീതിയിൽ എവിഡൻസ് കൊണ്ട് വെക്കേണ്ട വരും എന്നറിഞ്ഞതിന് ശേഷം മിണ്ടിയിട്ടില്ല. അങ്ങനെ മിണ്ടാതിരിക്കാണ്ട് ഞാൻ പോലും കഷ്ടപ്പെട്ടു. എനിക്കതിനകത്ത് ഒരു കുറ്റബോധമില്ല. ഞാനുള്ള സത്യം പറയാം, അത് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ് എന്നെനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ പരാതിക്ക് പോയത്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഈ പറയുന്ന രേണുവിനോട് യാതൊരു തരത്തിലുള്ള സെൻറ്റിമെൻറ്റ്സും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അത് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ AKSMA ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് സ്ത്രീകൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മ, പുരുഷന്മാർക്കൊരു വാട്സപ്പ് കൂട്ടായ്മ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ, വർഗീയത പറയാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ, ഇതിനകത്ത് നടക്കുന്ന പിരിവുകൾ, അത് റേഷൻ മേടിക്കാൻ വരെ നടത്തുന്ന പിരിവുകളുണ്ട്. റേഷൻ മേടിക്കാൻ 1000 രൂപ വരെ പെൻഷൻ പിരിവെടുത്ത സംഭവങ്ങൾ വരെ ഉണ്ട് ഈ ഗ്രൂപ്പിനകത്ത്. അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് എൻ്റെ ആളുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സ്പൈകളുണ്ട്. വ്യക്തമായ ഓരോരോ ധാരണകളുണ്ട്. എന്നെ കൊല്ലാൻ, അതാണ് വേറെ പലരെയും കൊല്ലാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആഹ്വാനം വരെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വ്യക്തമായിട്ട് ആ ഒരു ഗെയിമിനകത്ത് ഇറങ്ങി കളിച്ചത്. അതിനുശേഷം ആ ഒരു വിഷയത്തെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. അതുകണക്ക് സജീനയെ കുറിച്ച് പറഞ്ഞതിന് കയ്യും കണക്കുണ്ടോ? സജീനനെ എത്രത്തോളം മോശക്കാരിയാക്കാമോ അത്രത്തോളം മോശക്കാരിയാക്കി പല പദപ്രയോഗങ്ങൾ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഷെഫീന. അന്ന് നീ എവിടെയായിരുന്നു? എന്തിനേറെ പറയുന്നത്, നിന്നെ കുറിച്ച് വരെ ഷെഫീന എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് നീ എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? അന്ന് നിന്റെ ശത്രുവായിരുന്നു ഷെഫീന, ആ ശത്രുവിൻ്റെ ശത്രുവായിരുന്നു രേണു, ശത്രുവിൻ്റെ ശത്രു മിത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിലും നീ ഈ പറയുന്ന രേണുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഇത് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ രേണുവിന് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ചെറിയ സ്വീകാര്യത കിട്ടിത്തുടങ്ങി. അവരുടെ അസുഖം പ്രമാണിച്ച് അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അത് മലയാളികളുടെ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. മനുഷ്യപ്പറ്റുള്ള ഏതൊരു മലയാളി അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ രേണുവിന് കിട്ടാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ നീ വന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീതു പറഞ്ഞ കണക്ക് നിന്നെക്കാളും എന്തുകൊണ്ടും രേണുവിൻ്റെ സുഹൃത്തായിരിക്കാം യോഗ്യത സജീനയ്ക്കാണുള്ളത്. കാരണം അത്രത്തോളം തെറിയേട്ട ഒരു സ്ത്രീ രേണുവിന് വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടാവില്ല. എന്നെക്കുറിച്ച് വരെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും തിരിച്ച് അവരെ എടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ മറ്റേ നെക്സോബീൻ എന്ന് പറയുന്ന ചാനലിലെ പയ്യൻ്റെ അമ്മേനെ കുറിച്ച് അവരെന്തോ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിൽ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഒരു തവണ ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തവണ അവർ എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്.
അങ്ങനെ ഉള്ളപ്പോൾ അവരാണ് രേണുസുതിയുടെ സുഹൃത്ത് എന്ന് പറയാണ്ട് യോഗ്യത ഉള്ള ഒരാൾ എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ശരിയെന്നാൽ.